നമസ്കാരം. കേരളത്തെ ഉത്സവാന്തരീക്ഷത്തിലേക്ക് എത്തിച്ച തിരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലം കൂടി പ്രഖ്യാപിച്ചതോടുകൂടി അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. 102 സീറ്റ് നേടി UDF അധികാരത്തിൽ വന്നപ്പോഴും പട്ടാമ്പിയുടെ സ്ഥിതി വിഭിന്നമാണ് അല്ലേ? അപ്പോൾ മൂന്നാം തവണയും മുഹമ്മദ് മുഹസിൻ നമ്മുടെ MLA ആയി പട്ടാമ്പിയുടെ MLA ആയി മാറി. അപ്പോൾ ആ വിജയത്തിന് ചുക്കാൻ പിടിച്ച CPMന്റെ ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. നമുക്കറിയാം, തദ്ദേശ തെരഞ്ഞെടുപ്പിലും പട്ടാമ്പിയുടെ സ്ഥിതി മറ്റ് UDF തന്നെ നേടിയെടുത്തപ്പോഴും ഒരുപാട് ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ആളാണ്. പക്ഷെ അതിൽ നിന്നും വിഭിന്നമായി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തിയപ്പോഴേക്കും CPIയുടെ സ്ഥാനാർത്ഥിയായിട്ട് പോലും CPMന്റെ എല്ലാവിധ സപ്പോർട്ടും അതിന് മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ട് ആ ഒരു വിജയത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ എങ്ങനെ നോക്കി കാണുന്നു ഈ ഒരു വിജയത്തെ? ഇത് നേരത്തെ പറഞ്ഞ രൂപത്തിൽ തന്നെ കേരളത്തിൽ വലിയ തരംഗം UDFന്റെ ഉണ്ടായപ്പോഴും അതിലെല്ലാം എല്ലാം മറികടന്നുകൊണ്ട് ആവേശകരമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയമാണ് പട്ടാമ്പിയിലുണ്ടായിട്ടുള്ളത്. ഇവിടെ CPI സ്ഥാനാർത്ഥി CPM സ്ഥാനാർത്ഥി എന്ന നിലയ്ക്കെന്നല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി തന്നെയാണ് ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നേരിട്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പട്ടാമ്പിയിലെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്ലസ് ജനാധിപത്യം ആഗ്രഹിക്കുന്നവർ, മതനിരപേക്ഷത ആഗ്രഹിക്കുന്നവർ, ഇവരുടെ വിജയമാണ്. മുഹസിൻ തന്നെ ഇന്നലെ പറയുന്നത് കേട്ടു, ഇത് പണാധിപത്യത്തിനെതിരായിട്ടുള്ളൊരു വിജയമാണെന്ന്. ആ ഒരു അഭിപ്രായത്തോടെ എങ്ങനെ യോജിക്കുന്നു? അതായത് നമ്മളൊക്കെ കേട്ടിരിക്കുന്നത് പണത്തിന് മുകളിൽ പരുന്ത് പറക്കില്ല എന്നാണ്. പക്ഷെ പട്ടാമ്പിക്കാർ തീരുമാനിച്ചു, പട്ടാമ്പിയിലെ ജനം തീരുമാനിച്ചു, പണത്തിന് മുകളിൽ പട്ടാമ്പി പറന്നിരിക്കും. അതാണ് റിസൾട്ടിൽ പ്രതിഫലിച്ചത്. റിസൾട്ടിൽ അതും പ്രതിഫലിച്ചത് മാത്രമല്ല, പ്രതിഫലിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ 5 വർഷത്തെ ഭരണനേട്ടം, മുഹമ്മദ് മുഹസിൻ ഈ 10 വർഷമായി പട്ടാമ്പിയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIMന്റെ പ്രവർത്തകരുടെ ചിട്ടയ പ്രവർത്തനം, നല്ല നിലയിലുള്ള ആത്മാർത്ഥമായ പ്രവർത്തനം, ഇതിൻ്റെ എല്ലാ പ്രതിഫലനമാണ്. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ മികവ് എന്ന് സൂചിപ്പിക്കുമ്പോൾ കേരളത്തിലെ മറ്റ് മണ്ഡലങ്ങളിലെ സ്ഥിതി നമുക്കറിയാം. അപ്പോൾ ആ ഒരു തോൽവിയെ എങ്ങനെ നോക്കിക്കാണുന്നു? എന്താണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ പറ്റിയതെന്നുള്ളത്, എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നുള്ളത് പാർട്ടി സംസ്ഥാന നേതൃത്വം പരിശോധിച്ചിട്ട് താഴെ റിപ്പോർട്ട് ചെയ്യുമ്പോഴേ സംബന്ധിച്ച് നമുക്ക് പറയാൻ വേണ്ടി കഴിയുള്ളൂ. എനിക്ക് പട്ടാമ്പിയുടെ കാര്യം പറയാൻ കഴിയുള്ളൂ. ഇവിടെ മേൽ പറഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുടെ, CPIMന്റെ പ്രവർത്തകരുടെ നല്ല ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഫലം കൂടിയാണ് ചെയ്യുന്നത്. ഇവിടെ TP ഷാജി തോറ്റത് എന്തുകൊണ്ടായിരിക്കുമെന്ന് ചോദിച്ചാൽ അതിന് എന്തെങ്കിലും പറയാനുണ്ടോ? TP ഷാജി തോറ്റത് TP ഷാജി UDFന് സ്ഥാനാർത്ഥി ചെയ്തുകൊണ്ടാണ്, അതുകൊണ്ടാണ് തോറ്റത്. പിന്നെ നമുക്ക് അന്തരീക്ഷത്തിൽ പലതും കേൾക്കുന്നുണ്ട്. പക്ഷേ ഈ TP ഷാജിയോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ശക്തമായ തിരിച്ചടി പട്ടാമ്പിയിലെ പല പഞ്ചായത്തിലും ലഭിച്ചു. ഈ തെരഞ്ഞെടുപ്പോടുകൂടി ആ പഞ്ചായത്തെല്ലാം വളയൂർ മുതൽ ഉൾപ്പെടല്ല എല്ലാ പഞ്ചായത്തിലും ആയിരക്കണക്കിന് വോട്ടിൻ്റെ ഭൂരിപക്ഷം ഇടതുപക്ഷം വാങ്ങി. അതായത് അതെല്ലാം ആളുകൾക്ക് തെറ്റുപറ്റിയെന്ന് ആൾക്ക് ബോധ്യപ്പെട്ടു, ഞങ്ങൾ തിരിച്ചു വരാൻ ആരംഭിച്ചു. പക്ഷേ പട്ടാമ്പി മുനിസിപ്പാലിറ്റിയിലെ ചെയർപേഴ്സണാണ് ഷാജി. പട്ടാമ്പിയിലെ ജനങ്ങൾ ഷാജിയെ വിലയിരുത്തി 1000 വോട്ടിന് പുറകിലാക്കിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കിക്കൊണ്ട് ആ സ്ഥാനത്ത് ഇരിക്കണോ എന്ന് ഷാജി ചിന്തിക്കണം, അത് നല്ലതാണ്. എന്നിരുന്നാലും കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷത്തിനേക്കാൾ പകുതിയായി കുറഞ്ഞൊരു സാഹചര്യം കണ്ടു. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അത് നമ്മളിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലും മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഭൂരിപക്ഷവുമായിട്ട് താരതമ്യം ചെയ്യാൻ അർത്ഥമില്ല. അന്നത്തെ സാഹചര്യങ്ങൾ വേറൊന്നാണ്, ഇന്നത്തെ സാഹചര്യങ്ങൾ വേറൊന്നാണ്. വലിയ ഭൂരിപക്ഷത്തിന് ജയിച്ചവരൊക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്, അതുപോലെ അന്ന് പരാജയപ്പെട്ടവരൊക്കെ നല്ല ഭൂരിപക്ഷം ജയിച്ചിട്ടുണ്ട്. അത് ഓരോ തെരഞ്ഞെടുപ്പിലും ഓരോ ട്രെൻഡാണ്. അതുമാത്രമാണ്. അപ്പോൾ മറ്റ് ഇതിൽ നിന്നും മാറ്റി നിർത്തി നമ്മളുടെ മുഹസിൻ്റെ വ്യക്തിപ്രഭാവമാണ് ഇവിടുത്തെ ജയത്തിന് കാരണം എന്ന് പറയുന്നവരുണ്ട്. അവരോട് മുഹസിൻ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്, അത് തർക്കമില്ല. ആ മുഹസിൻ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം മുഹസിൻ നടപ്പാക്കിയ വികസന പ്രവർത്തനം, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണനേട്ടം, ഇതെല്ലാം ചേർന്നുകൊണ്ട് നല്ല രൂപത്തിൽ പട്ടാമ്പിയിൽ നടപ്പാക്കാൻ അദ്ദേഹത്തിനായിട്ടുണ്ട്. അത് ജനങ്ങളുമായി വളരെ അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ആളുമാണ്. അത് ഗുണകരമായിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരു തർക്കമില്ല. മുൻപും അതായത് തിരഞ്ഞെടുപ്പിന് മുൻപും TG ഇതേ നിലപാടിൽ തന്നെ ഉറച്ചു നിന്ന വ്യക്തിയായിരുന്നു. അതായത് 100 വട്ടം ജയിക്കും മുഹസിൻ എന്ന് തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നപ്പോഴും സംഭവിച്ചു അല്ലേ? അപ്പോൾ ഇനി പട്ടാമ്പിക്ക് വേണ്ടിയിട്ട് എന്ത് എന്ന് ചോദിച്ചാൽ, അതായത് ഇപ്പോൾ ഞങ്ങൾ തുടങ്ങി വെച്ച ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികൾ ഭംഗിയായിട്ട് പൂർത്തിയാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഒരു മാനിഫെസ്റ്റോ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് LDF ഇറക്കിയിട്ടുണ്ട്. ആ മാനിഫെസ്റ്റോ ഒന്നൊന്നായി എടുത്ത് നടപ്പാക്കണം. അത് നടപ്പാക്കുക എന്നതാണ് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. മറ്റൊന്നുകൂടി, TP ഷാജിക്ക് പകരം മറ്റൊരാളായിരുന്നെങ്കിൽ മുഹസിൻ ഈ വിജയം നേടുമായിരുന്നു? തീർച്ചയായും. ഞങ്ങൾക്ക് എതിരാളിയെക്കുറിച്ച് അങ്ങനത്തെ അഭിപ്രായങ്ങളൊന്നും പറയേണ്ടതില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥി മെച്ചാണ്, ഞങ്ങളുടെ രാഷ്ട്രീയം മെച്ചാണ്, അതിൻ്റെ വിജയമാണ്.
അതെ, അപ്പോൾ അതാണ് ടി ജിക്ക് പറയാനുള്ളത്. CPM-ന്റെ വിജയം ഇതൊരു കൂട്ടമായ വിജയമാണ്. CPI എന്നോ CPM എന്നോ ഇല്ല, ഇത് ഇടതുപക്ഷത്തിന്റെ വിജയമാണ്. പിന്നെ മുഹസിന്റെ ജനകീയതയും മറ്റൊരു ഫാക്ടറായിട്ട് കൂടി പറയുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും മാത്രം അറിയിക്കുന്നു. ഇനിയുള്ള 5 വർഷം പട്ടാമ്പിയെ നയിക്കാൻ വീണ്ടും മുഹമ്മദ് മുഹസിൻ എത്തിയിരിക്കുകയാണ്. വളരെയധികം നന്ദി. താങ്ക് യു. കൊപ്പത്തിന് പൊൻതിളക്കമേകി 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ്, പട്ടാമ്പി റോഡ്, കൊപ്പം.